30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിന്റെ സെക്കൻഡ് ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വസിച്ചാൽ വിജയിക്കും. വിജയം എന്നത് ഒരു മനോഭാവമാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന ജോസഫ് മർഫിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വരികളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും വിശ്വാസം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റും. ഇഫ് യു ചേഞ്ച് യുവർ ബിലീഫ് യു ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി ഓർ യുവർ ലൈഫ് എന്നാണ് പറയാറുള്ളത്. നെഗറ്റീവ് ബിലീഫ് അല്ലെങ്കിൽ റോങ് ബിലീഫ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ പേഴ്സണൽ സക്സസിൽ, അതുപോലെ നമ്മുടെ കരിയറിൽ, എല്ലാ മേഖലയിലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും. അവനവനെ വിശ്വസിക്കുന്നിടത്തു നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത് തന്നെ. വിജയം തുടങ്ങുന്നത് ആ മൊമെന്റിൽ നിന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ അഞ്ച് നെഗറ്റീവ് ബിലീഫ് നോർമലി നമ്മളുടെ ഇടയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്തിട്ടുള്ള മൈൻഡിൽ സൂക്ഷിക്കുന്ന 5 തരം ചിന്തകൾ, 5 തരം പാറ്റേൺ, 5 തരം ബിലീഫിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യും എന്നാണ് പറയുന്നത്. ഒടുവിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോണസ് പോയിന്റും ഉണ്ട്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും വലിയ നെഗറ്റീവ് ബിലീഫ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. എനിക്ക് അത്രത്തോളം കഴിവില്ല, അത്ര ഒരു എബിലിറ്റി ഉള്ള ആളല്ല ഞാൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ്. കമ്പാരിസനാണ്. അപ്പൊ ഇനി കമ്പാരിസൺ വരുമ്പോൾ നമ്മളെക്കാൾ മറ്റുള്ളവർ വിജയിച്ച നമ്മുടെ ഫീൽഡിലുള്ളവരോ അല്ലാത്തവരോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടുന്നത് അവരെ നമ്മളൊരു ഇൻസ്പിറേഷൻ ആക്കി എടുക്കുക. ഒരുപാട് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും കൊണ്ടായിരിക്കും അവരവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതൊരു ഇൻസ്പിറേഷൻ ആക്കി നമ്മൾ എടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിലീഫിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയും അവിടെ നിന്ന് ലഭിക്കും. രണ്ടാമത് സെൽഫ് ക്രിറ്റിസിസമാണ്. ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളോടുള്ള ഒരു ക്രിറ്റിസിസം. സെൽഫ് ഡിനയലാണ്, റിജക്ഷനാണ്. നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രോബ്ലംസ് നമുക്കുണ്ടായി, ഫെയിലുവേഴ്സ് വന്നേക്കാം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ശരിയായിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളിലും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നുള്ള റിഗ്രറ്റ് ചെയ്യും പിന്നീട്. പക്ഷെ ഒന്ന് ഓർക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ആദ്യത്തെ 1-2 പ്രാവശ്യം ചെയ്തത് കൊണ്ട് നമ്മളതിൽ മാസ്റ്റർ ആവുന്നില്ല. മാസ്റ്റർ ആവണമെങ്കിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഒരു കാര്യം ചെയ്യണം. കുറേ കാര്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മളവിടെ മാസ്റ്റർ ആകുക. അപ്പം അങ്ങനെ ശരിയായില്ല എന്നോർത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഓർത്ത് സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. പകരം ഞാൻ ലേണിങ്ങിന്റെ പാതയിലാണ്, പഠിക്കാൻ തുടങ്ങുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഈ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആ ഒരു രീതി നമ്മുടെ വിശ്വാസത്തിൽ, അത് നമ്മളെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നത് വലിയ ഒരു ഹാംഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് റീപ്രോഗ്രാമിങ് ചെയ്യാം? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ അച്ചീവ് ചെയ്ത ബെനിഫിറ്റ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളും അക്കംപ്ലിഷ്മെൻറ്റ്സും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് ഒന്നുണ്ടാക്കുക. അതൊന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കൂ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലോ, തീർച്ചയായിട്ടും എന്നെ ക്രിട്ടിസൈസ് ചെയ്യല്ല വേണ്ട, ഞാൻ എന്നെ ഒരു റിവാർഡാണ് കൊടുക്കേണ്ടത്. അപ്രീസിയേഷനിലേക്ക് മാറണം. സെൽഫ് ക്രിറ്റിസിസം വേഴ്സ് സെൽഫ് അപ്രീസിയേഷൻ. തീർച്ചയായിട്ടും ആ ഏരിയ നമുക്ക് അങ്ങനെ റീപ്രോഗ്രാമിങ് ചെയ്യാം. നെക്സ്റ്റ്, മൂന്നാമത്തത് നമ്മുടെ സെറ്റ് ബാക്സ് ആണ്. ലൈഫിൽ വരുന്ന സെറ്റ് ബാക്സ് നമുക്കൊരു റോങ് ബിലീഫ് സിസ്റ്റം ചിലപ്പോൾ തന്നേക്കും. ഞാൻ ആ ബിസിനസ് ചെയ്തതും പൊട്ടി, അടുത്ത ബിസിനസ് തുടങ്ങി അവിടെയും പ്രശ്നങ്ങളായി, എനിക്ക് ഒരുപാട് മണി എനിക്ക് ലോസായി, ഞാൻ എന്ത് ബിസിനസ് ചെയ്താലും എനിക്ക് നഷ്ടമാണ് വരുന്നത്. ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ ജനറലൈസ് ചെയ്യുന്നു. അങ്ങനെയല്ല വേണ്ടത്. ചിലപ്പോൾ ചില സെറ്റ് ബാക്സ് ഉണ്ടാവും, അതൊരു ലേണിംഗ് പോയിന്റായിട്ട്, ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. അതിൽ പാളിച്ചകൾ പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ചെയ്തതെല്ലാം ഫെയിലിയർ ആകുക, അത് തന്നെയാണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ ചെയ്താൽ എല്ലാം തെറ്റായി പോകും, അല്ലെങ്കിൽ തോറ്റു പോകും, അല്ലെങ്കിൽ ഫെയിലിയർ ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഫെയിലിയേഴ്സിൻ്റെ റീസൺസ് ഒന്ന് എഴുതി നോക്കുക. അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഒന്ന് വർക്ക് ചെയ്യണം, നമ്മളിൽ തന്നെ വർക്ക് ചെയ്യേണ്ടുന്നൊരു പ്രോസസ്സാണ്. അങ്ങനെ അത് പ്രോപ്പറായിട്ട് ഇരുന്ന് എഴുതി നോക്കാമെങ്കിൽ തീർച്ചയായിട്ടും തിങ്ക് ഓൺ പേപ്പർ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കും. 4-ാമത്തെ പോയിന്റാണ് റീഫ്രെയിം യുവർ തോട്ട്. നിങ്ങളുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിലീഫിൽ നിന്നാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചിന്തകളൊന്ന് നോട്ടീസ് ചെയ്യണമെങ്കിൽ അറിയാം എവിടെയാണ് എൻ്റെ ബിലീഫ് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ ഒരു ഇവൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളൊരു ആക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ അത് ശരിയാകത്തില്ല, എനിക്കത് അറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാനത് അത്ര നന്നായിട്ട് ഞാൻ എക്സ്പേർട്ട് അല്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു വിഡ്രോവൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ വിശ്വസിക്കുക, അപ്പോൾ ചിന്തിക്കുക നിങ്ങൾക്കൊരു നെഗറ്റീവ് ബിലീഫ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനെങ്ങനെ പോസിറ്റീവ് ആക്കാം? ഓഫ് കോഴ്സ് നിങ്ങൾ സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്കിൻ്റെ ഓട്ടോ സജഷൻസ് കൊടുക്കുക. ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഞാനത് കറക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലാണിപ്പോൾ. ഐ ആം മോർ ദാൻ ഗുഡ് ഇനഫ്. തീർച്ചയായിട്ടും എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്? പെട്ടെന്ന് ഐ ആം പെർഫെക്റ്റ്, ഐ ക്യാൻ ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാകും. അത് ഇന്നലെ വരെ ചില നെക്സ്റ്റ് ഈ അടുത്ത മൊമെൻറ്റ് വരെ അത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇപ്പോഴെങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? നമ്മൾ തന്നെ ഉള്ളിൽ നിന്നൊരു ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഐ ആം ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ആ സമയം മുതലേ നമ്മൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങണം. ആൻഡ് ഓൾവേസ് ഗിവ് ഓട്ടോ സജഷൻ ലൈക്ക് ദാറ്റ്, ഐ ആം മോർ ദാൻ ഇനഫ്. ഉറപ്പായിട്ടും ഈ 2 അഫർമേഷൻസ് അല്ലെങ്കിൽ ഓട്ടോ സജഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫിനെ നമുക്ക് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ഫോക്കസ് ഓൺ അതേഴ്സ് ബട്ട് ഫോക്കസ് ഓൺ യുവേഴ്സ്. നോട്ട് ഫോക്കസ് ഓൺ അതേഴ്സ് ബട്ട് ഫോക്കസ് ഓൺ യുവേഴ്സ്. നമ്മളെപ്പോഴും പുറത്തേക്ക് നോക്കി മറ്റുള്ളവരുടെ ലൈഫ് ഇങ്ങനെ നോക്കി ജീവിക്കുന്നവരാണ്. അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടുന്നത്, അത് കറക്റ്റാണോ? നിങ്ങളിലേക്കൊന്ന് നോക്കുക. അകത്തേക്കുള്ള ഡോറുകളെല്ലാം ഓപ്പൺ ചെയ്യുക. അതങ്ങനെ ഷട്ടറിട്ട് വെക്കാനുള്ളതല്ല. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഇൻറ്റേർണലി ആണ് ഗ്രോത്ത് വരേണ്ടുന്നത്. ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് നോക്കി അവിടെ ക്ലെൻസ് ചെയ്ത് അവിടെ പ്യൂരിഫൈ ആക്കി അവിടെ നല്ല ഭംഗിയാക്കി നമ്മുടെ ഇൻറ്റേർണൽ വേൾഡ് ബ്യൂട്ടിഫുൾ ആക്കി ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സൊക്കെ വരുത്തിയാൽ എക്സ്റ്റേണൽ വേൾഡ് ഭയങ്കര ബ്യൂട്ടിയാകും. നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കുക, സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുക. വീക്ക്നെസ്സിനെ നമ്മൾ പറ്റുമെങ്കിൽ അത് സ്ട്രെങ്ത് ആക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുക. നമ്മുടെ കഴിവുകളിലേക്ക് നോക്കുക. സ്ട്രോങ് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളുടെ കഴിവുകളിലേക്ക് നോക്കുക. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മളെ സ്വയം ഇൻറ്റേർണൽ വേൾഡിനെ നവീകരിക്കാൻ ശ്രമിക്കുക. ഇത് പ്യുവർലി നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റാൻ സാധിക്കും. ഈ 5 പോയിന്റുകളിലൂടെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞ ബോണസ് പോയിന്റ്, ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് സക്സസ് കൊണ്ടുതരാനുള്ള ഒരു അപൂർവമായ അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് വേറൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡേ 2 തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടിയതായിട്ട്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളിലേക്ക് ഒരു ഈസിനെസ് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് മനസ്സിലിങ്ങനെ കെട്ടുപിടിച്ച് കിടന്ന എന്തൊക്കെയോ ഇനി അഴിച്ചു വിട്ട പോലെ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞാൻ ടിപ്പിലേക്ക് പോവാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ കമ്പാരിസൺ. ഒരു സക്സസ്ഫുള്ളായ ഒരാളെ കാണുമ്പോൾ, വിജയിച്ച ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മറ്റുള്ളവർ അഡ്മയർ ചെയ്യുന്നൊരു പേഴ്സണാലിറ്റിയെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ട വികാരം അസൂയയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു കമ്പാരിസനോ അല്ല. പകരം അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാകണം. അവരെ വിജയത്തിന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നമുക്ക് ആ അച്ചീവ്മെൻറ്റിനെ നമുക്ക് സെലിബ്രേറ്റ് ഹോൾ ഹാർട്ടഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാകണം. അതിൽ നമ്മൾ പ്യുവറായിട്ട് സന്തോഷിക്കണം. അവർക്ക് വേണ്ടി ബ്ലെസ് ചെയ്യണം. നെക്സ്റ്റ് ലെവലിലേക്ക് അവർ പോകട്ടെ, നെക്സ്റ്റിലേക്ക് അവർക്ക് പോകാൻ എല്ലാ കഴിവും അവർക്കുണ്ടാകട്ടെ, അവർ അടുത്ത ലെവലിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ, അങ്ങനെ പ്യുവറായിട്ട് നിങ്ങൾക്ക് ഒരാളെ ആശംസിക്കാനും വിഷ് ചെയ്യാനും ബ്ലെസ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും കഴിയണമെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ആ ലെവലിലേക്ക് എത്തും. കാരണം നിങ്ങൾ ആശംസിക്കുന്ന അല്ലെങ്കിൽ വിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന, നിങ്ങൾ ആ ചെയ്യുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ പറയുന്നത്. അത് പറയുന്ന നിമിഷം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിങ്ങളുടെ സോളിൻ്റെ ഡോർ ഓപ്പൺ ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ലെവലിലേക്ക് നിങ്ങളുടെ വൈബ് ഉയരുകയാണ് ചെയ്യുന്നത്. എളുപ്പം നിങ്ങൾക്ക് സക്സസ് ലഭിക്കും. അത് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കരിയർ വൈസ് ആണെങ്കിൽ ഏത് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണോ നെക്സ്റ്റ് ലെവലിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്ന ഒരാളെ സെലിബ്രേറ്റ് ചെയ്യാനും ബ്ലെസ് ചെയ്യാനും നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും.
ഉറപ്പായിട്ടുള്ളൊരു സീക്രട്ടാണിത്. പ്ലീസ് ട്രൈ ദിസ് ബ്യൂട്ടിഫുൾ സീക്രട്ട്. ഇത് നിങ്ങളുടെ ലൈഫിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഫ്രീഡം ലഭിക്കുന്നത് എന്ന് നോക്കുക. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടുകൾ ചാറ്റ് ബോക്സിൽ ഇടണം. അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനമാകും. ഇപ്പോൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരാളെ നിങ്ങൾ ചാറ്റ് ബോക്സിലൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജിൽ നിങ്ങളത് ഇടുമ്പോൾ അത് കണ്ട് വേറൊരാളത് കാണുന്നത്, അത് അയാളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവരെ വളർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വളരുന്നത്. സ്വയം അല്ലാതെ ആർക്കും വളരാൻ കഴിയില്ല. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.